ഇദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് അല്പം ബന്ധത്തിലൊക്കെ ആയിരുന്നു. ഈ സ്ത്രീ ഇവിടെ നിന്ന് വിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ നിന്ന് ഇദ്ദേഹത്തെ പല വിധത്തിലായിട്ട് ത്രെട്ടനിങ് തുടങ്ങി. ഒരുപാട് പൈസ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ത്രീ പറ്റിയിട്ടുമുണ്ട്. ഇദ്ദേഹം ഫാമിലിയുള്ള മനുഷ്യനാണ്. വീട്ടുകാരറിയോ, നാട്ടുകാരറിയോ, റിലേറ്റീവ്സ് അറിയോ എന്നുള്ള ഭയത്തിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതിനൊരു എൻഡില്ലാണ്ട് വന്നപ്പോൾ ഇദ്ദേഹം സൂയിസൈഡ് സിറ്റുവേഷനിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് വരാണ്. ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫ്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസാണ്. ഇത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ഡാമേജ് ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹം വളരെ പാനിക്കായി. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഡിഫെൻഡ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള അനേകം ഇൻസിഡൻസ് ആയിട്ട് പല ക്ലയൻസും ഞങ്ങളുടെ അടുത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഉള്ള പീരീഡ് ഓഫ് ടൈമിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഫോട്ടോഗ്രാഫ്സും കമ്മ്യൂണിക്കേഷൻസും നാളെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഡാമേജിന് സിറ്റുവേഷൻ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം.